പോടാ. ചാക്കോ, ഇനി നിങ്ങൾ എന്ന പദത്തെ സൂചിപ്പിക്കാൻ നമ്മൾ തും ഉപയോഗിക്കുന്നു. താങ്കൾക്ക് തുല്യമായിട്ടുള്ള ചാക്കോ, ചാക്കോ, എവിടെ പോയി കിടക്കുമായിരുന്നു? പോയി എല്ലാരും വിളിക്കുക. അർജന്റ് മീറ്റിംഗ്, അർജന്റ് മീറ്റിംഗ്. ഓക്കെ സാർ. ഇത്തവണത്തെ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് ഉണ്ടോ? ഇത് കണ്ടോ? ആ നാറി സുന്ദരൻ പണിക്കരുടെ എക്സലൻസിനെ 19 ഫസ്റ്റ് ക്ലാസ്, 16 ഡിസ്റ്റിങ്ഷൻ. നമുക്കോ 6 ഫസ്റ്റ് ക്ലാസ്, 0 ഡിസ്റ്റിങ്ഷൻ. പിന്നെ തോറ്റവരുടെ എണ്ണം പറയേ വേണ്ട. നിങ്ങളൊക്കെ ഇവിടെ എന്ത് മലയാണ് മറിക്കുന്നത്? ഞാൻ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ കണക്കിലും ഇംഗ്ലീഷിലും വീക്കാണ്. സാറേ, അത് ടീച്ചർ ഒന്നും മിണ്ടണ്ട. ഹിന്ദി നമ്മൾ ബെസ്റ്റാണ്. ഹിന്ദിയിൽ മാത്രമേ ഉള്ളൂ ബെസ്റ്റ്. ബാക്കി എല്ലാ വിഷയങ്ങളിലും നമ്മൾ പതിവ് പോലെ മുട്ടയിട്ടു. പരീക്ഷയിൽ ആനമുട്ട കിട്ടാതിരിക്കണമെങ്കിൽ എക്സലൻസിൽ ചേർക്കൂ. ആ കാബർക്കി സുന്ദരന് എന്നെ താറടിക്കാൻ ഒരു അവസരം കൊടുത്തപ്പോ നിങ്ങളെല്ലാവർക്കും തൃപ്തിയായല്ലേ? ഞാൻ എത്ര കാലമായി പറയുന്നത് സാറേ, ഈ വെറ്റാളേക്ക് ഒന്ന് മാറ്റി പിടിക്കാൻ. സാറിന്റെ നല്ല മനസ്സിന് സമ്മതിക്കുന്നില്ല. അത് തന്നെ എക്സലൻസിനെ ഇപ്രാവശ്യം കഴിഞ്ഞ തവണത്തേക്കാൾ 20% കൂടുതൽ. 20. അത് മറക്കണ്ട. നിങ്ങളെല്ലാവരും കൂടി എന്നെ കുത്തുപാളെടുപ്പിക്കരുത്. നമ്മുടെ പിള്ളേർ കണക്കിലും ഇംഗ്ലീഷിലും മാത്രമല്ല, ബാക്കി എല്ലാ വിഷയങ്ങളിലും പുറകിലാണ്. ഈ തവണ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ ഈ സ്ഥാപനം അടച്ചു പൂട്ടും. അല്ലേല് നിങ്ങളെല്ലാവരെയും പറഞ്ഞു വിട്ട് കൊള്ളാവുന്ന ടീച്ചേഴ്സിനെ ഞാൻ കൊണ്ടുവരും. എന്നാ സാറങ്ങ് പറഞ്ഞു വിടണോ? മാസം കിട്ടുന്ന 60 രൂപയ്ക്ക് ചെയ്യേണ്ടതിനപ്പുറം ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. സാറ് തെറ്റിദ്ധരിക്കണ്ട. ബേസ്മെന്റ് പൊളിഞ്ഞു. സാർ അതെയോ അത് നന്നാക്കാൻ നോക്ക്. സത്യശീലൻ സാറേ, കൊത്തി കൊത്തി അങ്ങ് മുറത്തി കയറി കൊത്തല്ലട്ടാ. ചാഞ്ഞ മരാണെന്ന് കരുതി വെറുതെ മാങ്ങ പറിക്കാൻ നിൽക്കണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇത് വെറും ഒരു പരസ്യവാചകമല്ല. ഈ വർഷത്തെ SSLC റിസൾട്ടിൽ എക്സലൻസ് ട്യൂട്ടോറിയൽ അഭിമാനകരമായ നേട്ടം കൈവരിച്ചിരിക്കുന്നു. ഒട്ടിക്കട, എല്ലാ സ്ഥലത്തും ഒട്ടിക്കും. ഈ നാട്ടില് ഒറ്റ ട്യൂട്ടോറിയൽ മതി. സാറേ, അരിശ്രീ ഗോപി വരച്ചല്ലേ, പിന്നെന്തിനാ അവരിത്ര ആർഭാദം ആ SSLC റിസൾട്ട് വന്ന ദിവസം നീ അവന്റെ മോന്തല്ലേ പകയെടുത്ത പാമ്പിനെ പോലെ ആയിരുന്നു. ആ ട്യൂട്ടോറിയൽ നമുക്ക് പൊട്ടിക്കണം. പൊട്ടിച്ചാൻ പറ്റും. പൊട്ടിക്കേ. ആഹാ, ഒട്ടിപ്പാളിസായ ടീമൊക്കെ എത്തിയല്ലോ. അയ്യോ, നോട്ടീസ് ആയിട്ടാണല്ലോ വരവ്. ഒട്ടിപ്പാളിസായവരെ നോട്ടീസ് ഒട്ടിച്ചിട്ട് എന്താ കാര്യം? മൈക്കിട്ട് വിളിച്ചു പോയിട്ട് എന്താ കാര്യം? ഒട്ടിക്കടാ, ഒട്ടിക്കേ. നോക്ക് നിൽക്കാതെ അവന്റെ നെഞ്ചത്തൊട്ടിക്കടാ. അന്നെ നിന്റെ മുട്ടത്താപ്പേ അങ്ങ് ഹരിശ്രീയുടെ കഴക്കോല് മതി. പണിക്കരടുത്ത് വേണ്ട കേട്ടോ. പണിക്കരടുത്ത് വേണ്ട. പണിക്കരെ എണ്ണിക്കോ. ഇനി 2 മാസം നിന്റെ എക്സലൻസ് ട്യൂട്ടോറിയൽ പൂട്ടി അവിടെ കുഴികുത്തി വാട വെച്ചില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കിടണം. പോടാ പോടാ, പട്ടിക്ക് ഒരു പുതിയ പേര് കണ്ടുപിടിച്ചോ. വരീണ, വിജയിച്ചവർക്ക് എന്തിനാ നോട്ടീസ്? വരീണ, ഒന്ന് പോടാ പോടാ. പൊട്ടിക്കടാ. മക്കളെ വരാൻ ഞാൻ വന്നോളാം. ശശിയങ്ങ് പോയേക്കരുത്.
അയ്യോ എല്ലാം പോയല്ലോടാ മോനെ. ഒക്കെ ആശാൻ വരുത്തരാം. അവന്റെ പഴഞ്ചോറും ചമ്മന്തിയും സാമ്പാറും ഒക്കെ അതെ എല്ലാം ആശാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ധൈര്യമായിട്ട് കൊണ്ടുപോയി കളിച്ച. നീയാണോടാ പിള്ളേർക്ക് അച്ഛനും പറഞ്ഞു കൊടുക്കാൻ നടക്കണത്? മനുഷ്യനുണ്ടല്ലോ പറഞ്ഞ വാക്കിന് വില വേണം. ആശാൻ അതിന് വണ്ടി ഇടിച്ചിട്ട് കാണോ? ഇടിച്ചിട്ട് പണ്ടം പരിപ്പും കിളക്കലോടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. 5 മാസം കഴിഞ്ഞല്ലോടാ ശശി നീ എന്റെ പലിശ വന്നിട്ട്. എന്റെ കൂടും കുടുക്കൊക്കെ വീട്ടിൽ നിന്ന് വെളിയെറിഞ്ഞിട്ടും അന്തിക്കട കൊടുക്കാൻ പോടാ ഞാൻ. എനിക്കിത്തിരി സാവകാശം തന്നെ പരമാശനെ. കുട്ടികളുടെ ഫീസ് ഒരു 100 രൂപ കിട്ടാനുണ്ട്. കിട്ടിയാൽ ഞാൻ ഉടനെ അവിടെ കൊണ്ടെത്തിക്കാം. 100 കുണുവയാ എന്റെ പലിശ പോണതിൽ എത്രയോടാ നാറിയത്. നിങ്ങളത് മുതലിലോ പലിശയിലോ എവിടെയാന്ന് വെച്ചാൽ അത് പഠിപ്പിക്കോ. 1-2 മാസത്തിനുള്ളിൽ ഞാൻ മുഴുവൻ ബാധ്യതയും തീർത്തോളാം. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാ 2 മാസം. അതിനിടയിൽ നീ എന്റെ മുതലും പലിശയും തിരിച്ചു തരാമെന്ന് വാക്ക് പറഞ്ഞില്ലടാ. വാക്ക് തെറ്റിച്ച പരമുന്റെ തനിക്കോണം നീ അറിയും. അറിയാലോ. ശരി സാറേ, ഇന്ന് വൈകിയല്ലോ. സൈക്കിളൊന്ന് മറിഞ്ഞു, അതാ വൈകിയേ. ആ മതി മതി മതി. ഇന്നത്തെ ഇമ്പോസിഷൻ എടുത്തേ. നോക്കട്ടെ എവിടെ എഴുതി ഇമ്പോസിഷനൊക്കെ എവിടെ നോക്കട്ടെ. കുമാരി ചേച്ചി പാത്രം ഒന്ന് കഴിത്തരാം. മൊത്തം ചെളിയാ. അതുകൊണ്ട് നോക്കട്ടെ എല്ലാവരും എഴുതി നോക്കട്ടെ. ഓ മഴ തുടങ്ങിയല്ലോ സാറേ. ആ ചേട്ടാ, ഓ ഞാനൊരു കാര്യം പറയാൻ ഇരിക്കായിരുന്നു. എന്താ സാർ? എനിക്കൊരു 10 രൂപ മുൻകൂർ തരാം. ഇത് പറഞ്ഞതിൽ കൂടുതലുണ്ടല്ലോ. മാഷിനെന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? 3 മാസത്തെ പൈസ മുൻകൂറുണ്ട്. വലിയ ഉപകാരം ആചാര്യ. അല്ലടോ, പകലന്തിയോളം തെണ്ടിത്തിരിഞ്ഞ് പഠിപ്പിച്ചിട്ടും അനക്ക് 10 രൂപ മിച്ചം പിടിക്കാൻ പറ്റണില്ലല്ലോ. ഇതാണ് നാട്ടിൽ പണിയെടുത്താലുള്ള കുഴപ്പം. നായി നയിക്കണ പോലെ നയിച്ചാലും 10 റുപ്യ ഉണ്ടാക്കാൻ പറ്റൂല. പേർഷ്യക്ക് പോണത് തന്നെയാ നല്ലത്. അനക്ക് ഞാനൊരു വിസ ഒപ്പിക്കട്ടെ? അതിന് വിസയ്ക്കുള്ളത് കാണണ്ടേ? എൻ്റെ ആണെങ്കിൽ ഒന്നുമില്ല. പിന്നെ നാട്ടിൽ നിൽക്കാനാണ് എനിക്കിഷ്ടം. പിള്ളേർക്ക് 4 ലക്ഷം പറഞ്ഞു കൊടുക്കണം. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസമുള്ളൊരു തലമുറ വളർത്തിക്കൊണ്ടുവരണം. അതിന് എന്നാൽ കഴിയുന്നത് ചെയ്യും. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാടിന്റെ അഭിമാനമായ എക്സലന്റ് ട്യൂട്ടോറിയൽസ് ഈ വർഷവും SSLC പരീക്ഷയിൽ വിജയത്തിന്റെ വെന്നിക്കൊടി പറപ്പിച്ചിരിക്കുകയാണ്. പേരിന് മാത്രം ഹരിശ്രീയുള്ള അക്ഷരങ്ങൾ എഴുതിക്കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത അധ്യാപകർ പഠിപ്പിക്കുന്ന ചില ട്യൂട്ടോറിയലുകൾ ഈ നാടിന്റെ അപമാനമാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിച്ചുകൊള്ളുന്നു. ഇത്തവണ SSLC പരീക്ഷയിൽ 80% മാർക്ക് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ 80% മാർക്ക് നേടി നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ട് മാറിയ നമ്മുടെ മണിച്ചേട്ടന്റെ പൊന്നോമന പുത്രി കുമാരി PK രമണിയെ ആദരിക്കുവാനാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. PK രമണിയെ അനുമോദിക്കുന്നതിനായി, പൊന്നാടയണിച്ച് അനുമോദിക്കുന്നതിനായി നമ്മുടെ നാടിന്റെ അഭിമാനമായ ശ്രീ MLA വട്ടയത്ത് ഗോപിച്ചേട്ടനെ ഞാൻ ക്ഷണിച്ചോളൂ. എല്ലാവരും